എല്ലാ തരത്തിലും തകർന്നടിഞ്ഞു എന്ന് കരുതിയ ഹമാസ് തിരിച്ചടിക്കുമ്പോൾ ഇസ്രയേലിന് പൊള്ളും. ഇസ്രയേൽ വിചാരിച്ചു ഹമാസ് തീർന്നു, ഹമാസിനെ ഇനി ഒരിക്കലും ഭയക്കേണ്ട കാര്യമില്ല, ഹമാസ് ഓർമ്മ മാത്രമായി എന്നൊക്കെ വിചാരിച്ചു. ഹമാസിലെ അവസാന പോരാളി ജീവിച്ചിരുന്നാലും ആ പോരാളി മതി കൃത്യമായി ഒരു വൻ തീഗോളമായ ആളിക്കത്താൻ എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള തിരിച്ചടി. ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനെയും മൊസാദിനെയും വട്ടം കറക്കുകയാണ് ഹമാസ്. ഇതിനോടകം തന്നെ ഹമാസിലേക്ക് നുഴഞ്ഞു കയറിയ ഇസ്രയേലി ചാരന്മാരെയും കൈയോടെ പൊക്കി അവർക്ക് അനുയോജ്യമായ ശിക്ഷ നടപ്പിലാക്കി. അതായത് വധശിക്ഷ തന്നെയാണ്. റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിൽ ശരിയേത് തെറ്റേത് എന്ന് വലിയ തോതിൽ ചിന്താകുലരാവുകയാണ് നമ്മളെല്ലാവരും. ഇതിലേത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കേണ്ട, എന്താണ് വാസ്തവത്തിൽ ഗാസയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്? ഫലസ്തീൻ ജനത സമാധാനത്തോടെ തിരിച്ചു വരുമ്പോൾ ആ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് നേരെ വീണ്ടും നിറയൊഴിച്ചുകൊണ്ട് ഇസ്രയേൽ അവരുടെ പൈശാചിക മനോഭാവം തുടരുകയാണ്. അവരോട് ഒരു രീതിയിലും സന്ധിക്ക് പോയിട്ട് കാര്യമില്ല. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതാനോ നല്ല കഥയായി. ഇസ്രയേലി ജനത ഇതിന് കൃത്യമായി വില നൽകേണ്ടി വരും. കാരണം ഇസ്രയേലി ജനത കൂടി ഈ കാര്യത്തിൽ ദുരനുഭവം നേരിടേണ്ടി വരും. നിരപരാധികളായ ഫലസ്തീൻകാരെ ഹമാസിൻ്റെ പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും ആക്രമിച്ച് ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ വിചാരണ നടപടികൾ നീട്ടിവെക്കാൻ വേണ്ടി പ്രധാനമന്ത്രി കസേരയിൽ വീണ്ടും വീണ്ടും നിലയുറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന കിരാത നീക്കങ്ങൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യണം. നെതന്യാഹുവിന് കീഴും കിടക്കുമില്ല എന്ന് കരുതി അത് മുഴുവൻ സഹിക്കാനും ക്ഷമിക്കാനുമാണോ ഫലസ്തീനിലെ ജീവിതങ്ങൾ? അല്ല. കുഞ്ഞുങ്ങളെ അടക്കം, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം 67,000 പേരുടെ ജീവൻ കവർന്നെടുത്ത നെതന്യാഹുവിൻ്റെ കിരാത ഭരണം അത് വെച്ചവസാനിപ്പിക്കാൻ ഒരു രീതിയിലും വെടിനിർത്തൽ കരാർ കൊണ്ട് കഴിയില്ല. ഇത് വെറും ഒരു തേക്കൂത്താണ്. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇസ്രയേൽ അങ്ങനെ പല വെടിനിർത്തൽ കരാറും ഏകപക്ഷീയമായി റദ്ദാക്കിക്കൊണ്ട് നാറിയ കളികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന സിദ്ധാന്തം നടപ്പിലാക്കിയേ മതിയാവുകയുള്ളൂ. അറബ് രാജ്യങ്ങളെ ഒത്തിണക്കിക്കൊണ്ട് നടത്തുന്ന നീക്കങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ അമേരിക്ക അവരുടേതായ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. അതൊന്നും വിജയിക്കില്ല, വിഫലമാവുക തന്നെ ചെയ്യുമെന്ന് വളരെ വ്യക്തമായി ഇറാൻ പറയുന്നുമുണ്ട്. കുറേ അധികം സമയമെടുത്തു ഇറാൻ അറബ് രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇസ്രയേൽ തിരിച്ചടി നേരിടുകയാണ്. കാരണം ഹമാസിനെ എല്ലാ രീതിയിലും ആക്രമിക്കാൻ ഫലസ്തീൻ സർക്കാർ എന്നത് ഹമാസ് ആയിരിക്കരുത് എന്ന ഇസ്രയേലിൻ്റെ ദുഷ്ടബുദ്ധി അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ഫലസ്തീൻ ജനതയുടെ അവിടുത്തെ റീകൺസ്ട്രക്ഷന് വേണ്ടി, റീഹാബിലിറ്റേഷന് വേണ്ടി ഏറ്റവും അധികം ശക്തമായി പ്രവർത്തിച്ച ഹമാസ് അവിടെ പിടിമുറുക്കിയാൽ ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ ഇനിയൊരു സന്ധിയില്ല.